ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും നല്ലൊരു മാങ്ങാ ചമ്മന്തിയും മീൻ കറിയൊക്കെ കൂട്ടിയിട്ടുള്ളൊരു ഊണ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നിവിടെ ഒരു 1/2 കിലോ കോവയ്ക്ക കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കത് ആദ്യം തന്നെ നന്നായി കഴുകിയെടുക്കാം. ഇപ്പം നിങ്ങൾ വീട്ടിൽ വളർത്തുന്നതാണെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും പരമാവധി നല്ല രീതിയിൽ വെള്ളത്തിൽ കഴുകിയിട്ട് വേണം നമുക്കത് കട്ട് ചെയ്യാനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കോവയ്ക്കയ്ക്ക് നമ്മുടെ സംസ്കൃതത്തിൽ വേറൊരു പേരുണ്ട്, മധു ചമ്മന്തി. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഊണിനൊക്കെ കോവയ്ക്കൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതേപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിത് മുഴുവനായിട്ട് കട്ട് ചെയ്യണം. മുഴുവനായിട്ട് ഒരു തിൻ സ്ലൈസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. എല്ലാ പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നല്ലേ കോവയ്ക്ക. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടമാവും, മുതിർന്നവർക്കാണെങ്കിലും ഇഷ്ടപ്പെടും കോവയ്ക്ക. പിന്നെ ഇത് കറി വെച്ച് മാത്രമല്ല കേട്ടോ, നമുക്ക് പച്ചയ്ക്കും കഴിക്കാം. ഇതിലിപ്പോൾ ചിലതൊക്കെ പഴുത്തിട്ടില്ലേ, അതൊക്കെ നമുക്ക് പച്ചയ്ക്ക് കറുമുറയായിട്ട് കടിച്ച് കഴിക്കാം കേട്ടോ. അതൊക്കെ വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളത് തന്നെയാണ്. അപ്പം നമുക്ക് വേഗം തന്നെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോഴത്തേക്കും 1 തണ്ട് കറിവേപ്പില കൂടി നമുക്ക് അതിലേക്ക് ഇടാം. ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും കേട്ടോ. പിന്നെ ഒരു 2 ചുമന്ന മുളക് കൂടി ഞാൻ പൊട്ടിച്ച് അതിലേക്ക് ഇടുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി ഒന്ന് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 പച്ചമുളക് സ്ലൈസ് ചെയ്ത് ഞാൻ ഇടുന്നുണ്ട്. അതോടെ ഇട്ട് ഒരു 7-8 കുഞ്ഞുള്ളിയും കൂടി കുഞ്ഞായി അരിഞ്ഞ് ചേർത്ത് ആ ഉള്ളി ഒന്ന് വഴണ്ട് വരുന്ന വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വാടി കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിരുന്ന കോവയ്ക്ക എല്ലാം നമുക്ക് മൊത്തത്തിൽ ഈ പാനിലേക്ക് ഇടാം. കോവയ്ക്കൊരു വേവുണ്ട്. ചിലരിത് കുക്കറിലൊക്കെ വേവിക്കും, പക്ഷെ അങ്ങനെ കുക്കറിൽ അടിച്ചെടുക്കേണ്ടതായിട്ടുള്ള വേവൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചെറിയ തീയിൽ വെച്ചാൽ മതിയാവും. ഒരു 2 to 3 മിനിറ്റ് വെച്ചാൽ മതിയാവും. പെട്ടെന്ന് തന്നെ അതൊന്ന് വാടി കിട്ടും. പിന്നെ പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ലേശം ഉപ്പ് ചേർക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഓളം ഉപ്പ് നമുക്കിപ്പോൾ ചേർക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വാടി കിട്ടും. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതിയാവും. എനിക്ക് ഏറ്റവും ഇഷ്ടം കോവയ്ക്ക മെഴുക്ക് പുരട്ടി തന്നെയാണ് കേട്ടോ. കറിയിൽ കൂടുതൽ ഇഷ്ടം മെഴുക്ക് പുരട്ടി തന്നെയാണ് ചോറിൽ കൂട്ടാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും ഊണിനൊക്കെ. അപ്പോൾ ഇപ്പോൾ ഉപ്പൊക്കെ നന്നായി മിക്സ് ചെയ്ത് തന്നിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇതെല്ലാം ഇതേപോലെ കോവയ്ക്ക് ഇതേപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒരടപ്പ് വെച്ച് മൂടി വയ്ക്കാം കേട്ടോ. അതിനുശേഷം ഒരു 2 to 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോഴത്തേക്കും അത് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായി മാറിയിട്ടുണ്ടല്ലോ. മൊത്തം പച്ച കളർ മാറിയിട്ടില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മസാലയും കൂടി ഇട്ടതിന് ശേഷം ബാക്കി കൂടി അതിൽ വെന്ത് കിട്ടും. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ ഇടാണ്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു ചുമന്ന മുളക്, ഇടിച്ച ചുമന്ന മുളകാണ് ഞാനിപ്പോൾ ഇടാൻ പോകുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ചുമന്ന മുളക് പൊടിച്ചത് കൂടി ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡിയായി. ഒത്തിരി ഫ്രൈ ചെയ്ത് എണ്ണയിലങ്ങ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നല്ല പെർഫെക്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയല്ലേ? അപ്പോൾ ഒരു ദിവസമെങ്കിലും ഊണിന് ഈ ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് മൂടി വയ്ക്കാം. അടുത്തായിട്ട് ഞാൻ ഒരു മാങ്ങ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മാങ്ങ നമ്മുടെ ടെറസിൽ തന്നെ ഉണ്ട്. ഞാൻ ടെറസിൽ ചെന്നപ്പോൾ ചെറിയ മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു.
എന്നാലും നമുക്ക് ഒത്തിരി 2-3 മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് അതിൽ നിന്നൊരു നല്ലൊരു മാങ്ങ നോക്കി പറിച്ചെടുക്കാം. പക്ഷെ ഞാൻ പറിച്ചത് ഒരുവിധം പുളിയുള്ളതായിരുന്നു കേട്ടോ. എന്താ ഇപ്പോൾ ഇതിലിത് താഴെ കാണുന്നത് ഈ ഒരു മാങ്ങ നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് നല്ലൊരു നാടൻ ചമ്മന്തി, നമ്മുടെ ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയൊരു നാടൻ ചമ്മന്തി തന്നെയാണ്. പിന്നെ നമുക്കിവിടെ നല്ല കാന്താരി മുളകും ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു 5 to 6 കാന്താരി മുളക് കൂടി നമുക്ക് പറിച്ചെടുത്തേക്കാം. കാന്താരി മുളക് ചേർത്ത ചമ്മന്തി ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. അതിൻ്റെ ഗുണങ്ങൾ വേറെയാണ്, കഴിക്കാൻ ഒത്തിരി ടേസ്റ്റിയുമാണ് അല്ലേ. ഇതാ എനിക്കിപ്പോൾ ഇത്രയും കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അമ്മ ഒരു 3 to 4 കുഞ്ഞുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഈ മാങ്ങ ഇപ്പം അമ്മ ചെത്തി ഇപ്പം തന്നെ അത് കട്ട് ചെയ്തപ്പോൾ തന്നെ എന്നോട് പറഞ്ഞായിരുന്നു അതിൽ നല്ല പുളിയുണ്ടെന്നുള്ളത്. അപ്പോൾ അമ്മ അത് കട്ട് ചെയ്ത് ഒരു ബൗൾ വെള്ളത്തിലേക്കാണ് കേട്ടോ ഇടണേ. അതിൻ്റെ പുളി കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ സ്ലൈസ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് 1 മിനിറ്റെങ്കിലും വെള്ളത്തിട്ട് ഒന്ന് കഴുകിയെടുത്താൽ മതിയാവും. അതിൻ്റെ പുളിയൊക്കെ അങ്ങോട്ട് കുറഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ചമ്മന്തി റെഡിയാക്കാനായിട്ട് ഒരു ചെറിയൊരു ജാറ് തന്നെ എടുക്കാം. ഒരു കുഞ്ഞ് ജാറിലേക്ക് നമുക്കിതിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ആ വലിയൊരു ഇഞ്ചി കഷ്ണം നമുക്ക് ചെറിയ സ്ലൈസസ് ആക്കിയിട്ട് ഇതിലേക്ക് ഇടാം. അതിനുശേഷം 10 to 12 കുഞ്ഞുള്ളി അതേ കൂടി നമുക്ക് ഇതിലേക്ക് ഇടാം. അതിനുശേഷം നമ്മുടെ പച്ചമാങ്ങ, നമ്മൾ വെള്ളത്തിൽ അരിഞ്ഞിട്ട പച്ചമാങ്ങ കൂടി നമുക്ക് ജാറിനുള്ളിലേക്ക് ഇടാം. പിന്നെ നമുക്കൊരു അരമുറി തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്, അതുകൂടി നമുക്ക് ജാറിലേക്ക് ഇടാം. തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് പിന്നെ ചേർക്കുന്നത്. അപ്പോൾ തേങ്ങ മുഴുവനായിട്ട് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം കേട്ടോ. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ കാന്താരി മുളക് പൊടി ഇതിലേക്ക് ഇടാം. കാന്താരി മുളക് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ അരച്ച് കിട്ടും കേട്ടോ. എത്ര ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ 2 പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഈ ഒരു കൂട്ട് നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഒരു കുഞ്ഞ് ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുകൊക്കെ ഇട്ട് പൊട്ടിയതിന് ശേഷം 3-4 ചുമന്ന മുളക് പൊട്ടിച്ചിടാം. ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മിക്സിയിൽ അരച്ചെടുത്ത ആ ഒരു ചമ്മന്തിക്കൂട്ട് നമുക്കിതിലേക്കിടാം. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമ്മൾ അടിപൊളി മാങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻകറി എന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ മീൻകറിയാണ്, വറ്റ മീൻകറിയാണ്. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഞാൻ ഊണൊക്കെ വിളമ്പി കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ കോവയ്ക്ക മെഴുക്ക് വരട്ടിയും ചമ്മന്തിയും മീൻകറിയൊക്കെ ഇഷ്ടമായോ? ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഷെയർ ഹാപ്പിനെസ്, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.